ഞാനിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് വൈകുന്നേര സമയത്ത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ടേസ്റ്റുള്ള ഒരു ഈവനിങ് റെസിപ്പിയാണിത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ കണ്ടു നോക്കണേ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തൊന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അത് മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു പാകത്തിനുള്ള മധുരം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ കൂടുതൽ വേണമെന്നുള്ളവർ 1 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അതിന് ശേഷം നമുക്ക് നല്ല രീതിയിലൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഹൈ സ്പീഡിലിട്ടിട്ട് ഒരു 30 സെക്കൻഡെങ്കിലും ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിലൊന്ന് പതഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് അപ്പക്കാരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മധുരമൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കൂടുതലായി പോകണ്ട കേട്ടോ, നമ്മൾ കുറച്ചാണല്ലോ തയ്യാറാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് മുട്ടയുടെ ഒരു ഫ്ലേവർ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വാനിലയുടെ എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതില്ലാന്നുണ്ടെങ്കിൽ ഏലക്കായ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഗോതമ്പ് പൊടി 4 ടേബിൾ സ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പാലിന് പകരം വെള്ളം ഒഴിച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പാൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുന്നേ ഉള്ളൂ. പക്ഷേ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടിക്കോളും. ഇനി ഞാൻ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മണമില്ലാത്ത ഏത് ഓയിൽ കേട്ടോ, വെളിച്ചെണ്ണ അല്ലാത്ത ഓയിൽ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അതിനുശേഷം ഞാനിത് നല്ല രീതിയിലൊന്നും അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അടിച്ചെടുക്കുന്ന സമയത്ത് ഏറ്റവും സ്പീഡ് കുറഞ്ഞിട്ട് കുറച്ച് സമയം കേട്ടോ, ഒരു 10-15 സെക്കൻഡ് മാത്രം ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് ആയി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ ഒന്ന് തിക്കായിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ 1 ടേബിൾ സ്പൂൺ പാലോ അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് അടിച്ചെടുത്താൽ മതി. വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ചൂടുവെള്ളം ഒന്നും ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ, നോർമൽ പച്ചവെള്ളം തന്നെ ഒഴിച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇത് നമുക്ക് കിട്ടേണ്ടത് ഇഡ്ഡലി മാവിൻ്റെ ഒരു പാകത്തിനാണ് കേട്ടോ. നമ്മൾ കിട്ടേണ്ടത് സാധാരണ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, ആ ഒരു പാകത്തിനാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ഞാനിതിലേക്ക് സ്റ്റീം ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇഡ്ഡലി തട്ടിലാണ് ഞാനിന്ന് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതിലേക്കൊന്ന് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓയിലോ ഗീയോ എന്തെങ്കിലും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അതിനുശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് മൊത്തത്തിൽ കവർ ചെയ്യുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കേണ്ട, ഒരു 1/4 ഭാഗം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. പൊങ്ങി കിട്ടുമല്ലോ, അപ്പോൾ കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് കേട്ടോ, മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കണ്ട എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഞാനതൊന്ന് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ സ്റ്റീം ചെയ്തെടുക്കില്ലേ, അതുപോലെ തന്നെ അടച്ച് വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റിന് ശേഷം കറക്റ്റായിട്ട് കിട്ടിക്കോളൂ കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഒരു 10 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് കുക്കായെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ സ്ക്വയറോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഇതുപോലെ നിങ്ങൾ കുത്തി നോക്കുന്ന സമയത്ത് ക്ലീൻ ആയിട്ട് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇഡ്ഡലി തട്ടിന് പകരം നമ്മൾ സാധാരണ സ്റ്റീം ചെയ്യുന്ന പാത്രം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് അതിന് മുകളിലായിട്ട് ചെറിയ ഗ്ലാസ്സോ എന്തെങ്കിലും സ്റ്റീലിൻ്റെ ഗ്ലാസ്സൊക്കെ ബൗളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഒഴിച്ച് കൊടുത്താലും മതിയാവും കേട്ടോ. അതിൽ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് 1/4 ഭാഗം മാത്രം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഇതുപോലെ കൈ ഒന്ന് സൈഡ് ഭാഗം തൊടുന്ന സമയത്ത് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഡീമോൾഡ് ചെയ്തെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ അടിഭാഗമൊക്കെ കണ്ടില്ലേ, ക്ലീനായിട്ട് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒട്ടും തന്നെ അടിയിലൊന്നും പിടിക്കാതെ സെറ്റായിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടാറുണ്ടല്ലോ, അപ്പോൾ അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ അധികം ഓയിലൊന്നും യൂസ് ചെയ്യാതെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് റെസിപ്പി തന്നെയാണിത്. ബാക്കിയുള്ളത് കൂടി ഞാനൊന്ന് സ്റ്റീം ചെയ്തെടുക്കുന്ന സമയത്ത് അതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് കിസ്മിസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണിത്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കുട്ടികൾക്ക് എന്തായാലും കഴിക്കുമല്ലോ, അതിന് ഭംഗി കാണുമ്പോൾ അവർ കഴിക്കുകയും ചെയ്തോളും. പിന്നെ നട്ട്സ് എന്തെങ്കിലും കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ വെച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒന്നും ഇല്ലെങ്കിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് തന്നെയാണിത്. അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കി നോക്കുന്ന സമയത്ത് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പിന്നെ അതൊന്ന് ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇതിനേക്കാളും നല്ല കിഡിലൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്